നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോ MEG04 ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. നേച്ചർ ഓഫ് ലാംഗ്വേജ്, ലാംഗ്വേജിൻ്റെ നേച്ചറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് ഇതിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ലാംഗ്വേജ് എന്നാണ്. എന്താണ് ലാംഗ്വേജ്? ലാംഗ്വേജ് ഇസ് എ സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് സൗണ്ട്സ്, വേർഡ്സ് ആൻഡ് ഗ്രാമർ യൂസ്ഡ് ബൈ ഹ്യൂമൻസ്. മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന സൗണ്ട് അടങ്ങിയിട്ടുള്ള, ശബ്ദങ്ങൾ അടങ്ങിയിട്ടുള്ള, വാക്യങ്ങൾ അടങ്ങിയിട്ടുള്ള, വ്യാകരണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് എന്ത് പറയുന്നത്? ലാംഗ്വേജ് എന്ന് പറയുന്നത്. ലാംഗ്വേജ് ഈസ് മീൻസ് ഓഫ് എക്സ്പ്രസിങ് തോട്ട്സ്, ഇമോഷൻസ് ആൻഡ് ഇൻറ്റൻഷൻസ്. മനുഷ്യൻ്റെ വികാരങ്ങളെയും മനുഷ്യൻ്റെ ചിന്തകളെയും മനുഷ്യൻ്റെ ഉദ്ദേശങ്ങളെയും എല്ലാം പിന്നെ എക്സ്പ്രസ് ചെയ്യുന്ന, പ്രകടിപ്പിക്കുന്ന ഒരു മാർഗമാണ് ലാംഗ്വേജ് എന്നുള്ളത്. ഇറ്റ് ഈസ് ഡിസ്റ്റിങ്റ്റീവ്ലി ഹ്യൂമൻ. അതെന്ന് വെച്ചാൽ മൃഗങ്ങൾക്ക് ഇല്ലാത്തൊരു പ്രത്യേകതയാണ് ലാംഗ്വേജ്. മൃഗങ്ങൾക്ക് ലാംഗ്വേജ് ഉണ്ട്, അത് പറയും. മൃഗങ്ങളുടെ ലാംഗ്വേജിൻ്റെ പ്രത്യേകത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി ലാംഗ്വേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയാനുള്ളത്. ഫസ്റ്റ് നോക്കൂ, ആർബിട്രറിനെസ്. ആർബിട്രറിനെസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ഒരു പദവും നോ നാച്ചുറൽ കണക്ഷൻ ബിറ്റ്വീൻ വേർഡ്സ് ആൻഡ് ദെയർ മീനിങ്സ്. നമ്മൾ ഉച്ചരിക്കുന്ന ഒരു പദവും അതിൻ്റെ യഥാർത്ഥ ആ ഉച്ചാരം കൊണ്ട് അല്ലെങ്കിൽ ആ വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്ന വസ്തുവും തമ്മിൽ നാച്ചുറലായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. അതായത് ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നത് ഫെർഡിനൻഡ് ഡി സഷൂർ, സെമാൻറ്റിക്സിൻ്റെ പിതാവായിട്ടുള്ള, മോഡേൺ സെമാൻറ്റിക്സിൻ്റെ പിതാവായിട്ടുള്ള ഫെർഡിനൻഡ് ഡി സഷൂറിൻ്റെ കോൺസെപ്റ്റാണ്. ഇവിടെ ഒരു രണ്ട് ടേംസും കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഒന്ന് സിഗ്നിഫൈഡ്, SIGNIEFIED. ഓക്കെ, സിഗ്നിഫൈഡ്, ചിലപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാവും. സിഗ്നിഫൈഡും സിഗ്നിഫയറും നമുക്ക് ആലോചിക്കാനുണ്ട്. ഇവിടെ ഞാൻ വേണമെങ്കിൽ സ്ക്രോൾ ചെയ്തതിൻ്റെ മെയിൻ കോൺസെപ്റ്റിലേക്ക് എത്താം. മേ ബി എനിക്കതിലൊരു ഡൗട്ട് ഉണ്ടായതുകൊണ്ട് ഞാനത് ക്ലിയർ ചെയ്തു. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാമെന്ന് മാത്രം. സോ ഹിയർ വി ആർ ഡിസ്കസിങ് ദ കോൺസെപ്റ്റ് വിച്ച് ഈസ് arbitrariness of the language. What arbitrariness of the language? അപ്പോൾ എന്താണ് arbitrariness of language എന്ന് പറയുന്നത്? The arbitrariness of language means that there is no natural or logical connection between the word or sounds we use and the objects or the ideas they represent. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കും അത് ആ വാക്കുകൊണ്ട് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്തിനെക്കുറിച്ചാണോ നമ്മൾ പറയുന്നത്, അതും തമ്മിൽ ഒരു നാച്ചുറലും ലോജിക്കലുമായിട്ടുള്ള യാതൊരുവിധ കണക്ഷനും ഇല്ല. ഓക്കെ, അത് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കുക. അതാണ് ആർബിട്രറിനെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ദ വേർഡ് ട്രീ ഡസ് നോട്ട് ലുക്ക്, സൗണ്ട് ഓർ ഫീൽ ലൈക്ക് എ ട്രീ. വി ജസ്റ്റ് അഗ്രീ ടു കോൾ ഇറ്റ് ദാറ്റ്. അതായത് മരം എന്നുള്ള ഒരു വാക്ക് നമ്മൾ ഒരിക്കലും മരം എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഇപ്പം ഒരാൾ ഒന്നും അറിയാത്ത, ഒരു കാര്യം അറിയാത്ത ഒരാൾ മരം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്ക് എന്ത് ചെയ്യണമെന്നില്ല, മരം അത് നമ്മൾ ഒരു ചിറക് തൈയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റെം ഉള്ള, ലീവ്സ് ഉള്ള, ബ്രാഞ്ചസ് ഉള്ള, അതിലൂടെ സൈലം ഫ്ലോം, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള അതിലുള്ള കമ്പോണൻസ് എല്ലാം അടങ്ങിയിട്ടുള്ള ഓക്സിജൻ നമുക്ക് തരുന്ന, കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്ന ഒരു വസ്തുവായിട്ട് അത് ഒരിക്കലും കണക്കാക്കപ്പെടുന്നില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? കൺവെൻഷനലായിട്ട് ട്രീ എന്ന വാക്കുകൊണ്ട് അതിനെ റിപ്രസെന്റ് ചെയ്യാമെന്ന് നമ്മൾ ഉറപ്പിച്ചു. അപ്പോൾ എന്ത് പറ്റി? അതിന് നമ്മൾ ട്രീ എന്ന് പേര് കൊടുത്തു. അപ്പോൾ അങ്ങനെയാണ്, അല്ലാണ്ട് അതിന് ഒരു നാച്ചുറൽ ലോജിക്കൽ കണക്ഷൻ ഒന്നും ഇല്ല. ഓക്കെ, നാച്ചുറൽ ലോജിക്കൽ കണക്ഷൻ ഒന്നും ഇല്ലാതെ നമ്മൾ ജനങ്ങളെല്ലാവരും കൂടി അല്ലെങ്കിൽ കൺവെൻഷനലി നമ്മൾ അതിനെ അങ്ങനെ വിളിക്കാമെന്ന് സ്വയം സമ്മതിച്ചു, ജനങ്ങളെല്ലാം സമ്മതിച്ചു. അങ്ങനെയാണ് വി അഗ്രി ടു കോൾ ഇറ്റ് ദാറ്റ്. ഓക്കെ, ഇതിൽ മെയിൻ പോയിന്റ് എന്താണ്? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിഗ്നിഫയർ, വേർഡ് ഓർ സൗണ്ട്. അതായത് സിഗ്നിഫയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന പദത്തെയോ അല്ലെങ്കിൽ ശബ്ദത്തെയോ ആണ് എന്ത് പറയുന്നത്? സിഗ്നിഫയർ എന്ന് പറയുന്നത്. ആൻഡ് ദ സിഗ്നിഫൈഡ് മീനിങ് ഒബ്ജക്ട് ഈസ് കൺവെൻഷനൽ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സോഷ്യൽ അഗ്രിമെന്റ്, നോട്ട് ഓൺ എനി ഇൻഹറന്റ് ലിങ്ക്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഇൻഹറന്റ് ആയിട്ടുള്ള ബന്ധമൊന്നും തന്നെ ഈ വേർഡും അതുപോലെ തന്നെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന, റിപ്രസെന്റ് ചെയ്യുന്ന ഒരു വസ്തുവും തമ്മിലില്ല. മറിച്ച് എന്താണ്? കൺവെൻഷനലായിട്ട് നമ്മളത് എന്ത് ചെയ്യുന്നു? ഒരു ബേസ്ഡ് ഓൺ സോഷ്യൽ അഗ്രിമെന്റ് മുഖേനയാണ് അതിനെ അങ്ങനെ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പറയുന്നത് നോക്കൂ, നമ്മൾ ഉച്ചരിക്കുന്ന ശബ്ദവും അല്ലെങ്കിൽ നമ്മൾ അതിനെ റിപ്രസെന്റ് ചെയ്യുന്ന വാക്കും എന്താണ് പറയുന്നത്? അതിനെയാണ് സിഗ്നിഫയർ എന്ന് പറയുന്നത്. ഇത് വളരെ മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റാണ്. അതിനെയാണ് സിഗ്നിഫയർ എന്ന് പറയുന്നത്. ഇനി സിഗ്നിഫൈഡ് നോക്കൂ. സിഗ്നിഫൈഡ് എന്താണെന്ന് വെച്ചാൽ മീനിങ്ങും, അതായത് ഇത് നമ്മൾ എന്തിനാണോ ഉദ്ദേശിക്കുന്നത്, മരമൊന്നും ഉദ്ദേശിച്ചല്ലോ, അത് ഇങ്ങനെയുള്ള ഒരു രൂപത്തെയാണ്, അല്ലെങ്കിൽ ഇതിന് ഇങ്ങനത്തെ പ്രോസസ്സെല്ലാം നടക്കുന്ന ഒരു വസ്തുവിനെയാണ് എന്ത് പറയുന്നത്? സിഗ്നിഫൈഡ്. നമ്മൾ റിപ്രസെന്റ് ചെയ്യുന്ന വസ്തുവിനെയാണ് എന്ത് പറയുന്നത്? സിഗ്നിഫൈഡ് എന്ന് പറയുന്നത്. അതെന്താണ്? കൺവെൻഷനലായിട്ട് നമ്മൾ ഉപയോഗിച്ച് പോകുന്നതാണ്. ഇവിടെ നോക്കൂ, ഇവിടെ
ഡിഫറെൻറ്റ് വേർഡ്സ്, അതായത് പല ഭാഷകളിലും ഡോഗ്, ഇംഗ്ലീഷിൽ ഡോഗ് എന്ന് പറഞ്ഞാൽ ഡോഗാണ്, പക്ഷേ അതിൽ എന്തില്ല, പട്ടിയുമായിട്ട് അല്ലെങ്കിൽ നായുമായിട്ട് ഒരു സാമാന്യ ബന്ധമില്ലാത്ത വേർഡാണ് ഡോഗ്. പക്ഷേ ഡോഗ് എന്ന് ആ ഒരു വസ്തുവിന് നമ്മൾ പേര് വെച്ചു. ഇനി സ്പാനിഷിലേക്ക് നോക്കൂ, പെറോ, പെറോ എന്നാണ് അതിനെ പറയുന്നത്. മലയാളത്തിലേക്ക് നോക്കൂ, പട്ടി, പട്ടി എന്നാണ് അതിനെ പറയുന്നത്. അതും പട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരറിയാത്ത, ഒന്നിനെ കുറിച്ചും അറിയാത്ത ഒരു സ്പാനിഷുകാരന് പട്ടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പം അതാണ്. അപ്പോൾ ആ വേർഡും അതും തമ്മിൽ എന്തില്ല, ഒരു ബന്ധവുമില്ല. ഓക്കെ, നോ യൂണിവേഴ്സൽ വേർഡ് ഫോർ ഡോഗ്. ഓക്കെ, അതിൻ്റെ യൂണിവേഴ്സൽ ആയിട്ടൊരു വേർഡുമില്ല. This concept was famously explained by Ferdinand de Saussure, a Swiss linguist. He emphasized that language is a system of signs and signs are arbitrary. ഭാഷ എന്ന ഫെർഡിനൻഡ് ദി സഷൂർ ആണ്, ഒരു ലിംഗ്വിസ്റ്റ് ആയിട്ടുള്ള ഭാഷാ പണ്ഡിതനായിട്ടുള്ള ഫെർഡിനൻഡ് ദി സഷൂർ ആണ് ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് മുന്നോട്ട് വെക്കുന്നത്. ഇത് അദ്ദേഹം എന്താണ് പറയുന്നത്, ലാംഗ്വേജ് എന്നാൽ ഒരു സിസ്റ്റം ഓഫ് സൈൻസ് ആണ്, രൂപങ്ങളുടെ, അടയാളങ്ങളുടെ ഒരു സിസ്റ്റമാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. സൈൻസ് ആർ ആർബിട്രറി. അതുപോലെ തന്നെ ഒരു ആർബിട്രറി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സലായിട്ട് ഒരു സൈൻ ഒന്നിനും യൂസ് ചെയ്യുന്നില്ല, മറിച്ച് അത് ഒന്നിന് നമ്മൾ കൺവെൻഷനലായിട്ട് യൂസ് ചെയ്ത് വരുന്നതാണ്. വൈ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്, എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഷോസ് ദ ലാംഗ്വേജ് ഈസ് നോട്ട് ഫിക്സ്ഡ് ഓർ ടൈഡ് ടു നേച്ചർ, ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ആൻഡ് കൾച്ചറൽ. ഓരോ കൾച്ചറിലും വ്യത്യാസമുണ്ടാകാം. ഇറ്റ് എക്സ്പ്ലെയിൻസ് വൈ ലാംഗ്വേജ് ക്യാൻ ഇവോൾവ് ആൻഡ് ഡിഫർ അക്കോസ് റീജിയൻസ് ആൻഡ് ടൈം. കണ്ടില്ലേ, ഭാഷാടിസ്ഥാനത്തിൽ, സമയാടിസ്ഥാനത്തിൽ എല്ലാം തന്നെ അതിന് വ്യത്യാസം വരുന്നുണ്ട്. പണ്ട് നമ്മൾ പറഞ്ഞിരുന്ന ഇപ്പോൾ പല പർവ്വതം എന്ന് പറഞ്ഞു, പിന്നെ പർവ്വതം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെ പർവ്വതം എന്ന് പറഞ്ഞു, പിന്നീട് മല എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ പലതരത്തിലുള്ള വ്യത്യാസങ്ങളും ഭാഷാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ റീജിയൻ അടിസ്ഥാനത്തിലെല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സ്പാനിഷിൽ പെറോ എന്ന് പറയുന്നു, മലയാളത്തിൽ പട്ടി എന്ന് പറയുന്നു, ഇംഗ്ലീഷിൽ ഡോഗ് എന്ന് പറയുന്നു. അപ്പോൾ അതിലെല്ലാം വ്യത്യാസം കാണുന്നുണ്ട്. ഇറ്റ് ലേസ് ദ ഫൗണ്ടേഷൻ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സെമിയോട്ടിക്സ്, ലാംഗ്വേജ് ചേഞ്ച് ആൻഡ് ഡൈവേഴ്സിറ്റി ഇൻ ലാംഗ്വേജ്. സെമിയോട്ടിക്സിൻ്റെ ഫൗണ്ടേഷനും, സെമിയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് സയൻസ് ആൻഡ് ലാംഗ്വേജിൻ്റെ വ്യത്യാസം, ഭാഷയുടെ വ്യത്യാസങ്ങൾ, അഡ്വേഴ്സിറ്റി ഇൻ ലാംഗ്വേജ്, ഡൈവേഴ്സിറ്റി ഇൻ ലാംഗ്വേജ്, അതിലെ വൈവിധ്യം, ഭാഷയിലെ വൈവിധ്യം എല്ലാം കുറിച്ച് പഠിക്കുന്നത് ഇത് പറയുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ യൂണിവേഴ്സലായിട്ടൊരു കാര്യമില്ല. പക്ഷേ ഒരാൾ നമ്മുടെ അടുത്ത് പറഞ്ഞു, നമുക്ക് അയാളുടെ ഭാഷ അറിയില്ല, പുറത്തുള്ള ഒരാളാണ്, ചൈനീസ് ആണ്, പക്ഷേ അയാളുടെ ഭാഷ നമുക്കറിയുന്നില്ല. പക്ഷേ പൂച്ചയെക്കുറിച്ച് പറയാൻ, നമ്മൾക്ക് മനസ്സിലാക്കി തരാൻ അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് പൂച്ചയാണെന്ന് മനസ്സിലാകും. കാരണം പൂച്ച അങ്ങനെ ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ട് എന്ന കാരണത്താൽ എന്ത് മനസ്സിലാകുന്നു, അത് പൂച്ചയാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഓക്കെ, അങ്ങനെ മനസ്സിലാകുന്നു. അതിനെ എന്താണ് പറയുക, ഓണമറ്റോപോയിക് വേർഡ്സ് എന്നാണ് പറയുക. ഓണമറ്റോപോയിക് വേർഡ്സ് എന്നാണ് പറയുക. അത് നോൺ ആർബിട്രറി ആണ്, അത് ആർബിട്രറി അല്ല എന്നർത്ഥം. അതുപോലെ തന്നെ ബസ്, ബാങ്, മ്യോ. ബട്ട് ഈവൻ ദീസ് വേരി അക്രോസ് ലാംഗ്വേജസ്. ഇംഗ്ലീഷിൽ കുക്ക് ഡൂഡിൽ ഡു, അതായത് കുക്ക് ഡൂഡിൽ ഡൂ എന്നാണ് എന്ത് പറയുക, കോഴി കൂന്നിനെ പറയുക. ഹിന്ദിയിൽ കുക്ക് ഡു കൂ എന്ന് പറയുക. ജാപ്പനീസിൽ കൊക്കെ കുക്കെ അങ്ങനെയാണ് പറയുക. ഓക്കെ, സോ ദർ ആർ ഡിഫറൻസ് ഈവൻ ഇൻ ഓണമറ്റോപോയിക് വേർഡ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ആർബിട്രറി എന്ന് നമുക്ക് മനസ്സിലായല്ലോ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ഫസ്റ്റ് part which explains the concept of the characteristics of language and duality of structure. ഇവിടെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഡുവലിറ്റി ഓഫ് സ്ട്രക്ചർ ആണ് രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. ലാംഗ്വേജ് ഹാസ് 2 ലെവൽസ്, സൗണ്ടുമുണ്ട്, ഫോണിയമുണ്ട്, അതുപോലെ തന്നെ മീനിങ്, മോർഫിയമുണ്ട്. അപ്പോൾ സൗണ്ടുമുണ്ട്, മോർഫിയമുണ്ട്, എന്നാലും എന്തുണ്ടാവുള്ളൂ, ലാംഗ്വേജ് ഉണ്ടാവുന്നുള്ളൂ. സൗണ്ട് ഉണ്ടായാൽ മാത്രം പോരാ, മീനിങ്ങും വേണം. അപ്പോൾ നമ്മൾ ഒരു മരം എന്ന് പറയുമ്പോൾ അതിനൊരർത്ഥം കൂടി ഉണ്ടെങ്കിലേ അത് ഫുൾഫിൽ ആവുന്നുള്ളൂ. അതേപോലെ തന്നെ ക്രിയേറ്റിവിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി. നമ്മുടെ ലാംഗ്വേജ്, മലയാളം അല്ലെങ്കിൽ ഏത് ഭാഷയായിക്കോട്ടെ, മനുഷ്യന്മാരുടെ ലാംഗ്വേജ് ക്രിയേറ്റീവാണ്. കാരണം അവനക്ക് എന്തും പറയാം, പുതിയ കാര്യങ്ങൾ അവനക്ക് പറയാം. ക്യാൻ ക്രിയേറ്റ് ഇൻഫിനിറ്റ് സെൻറ്റൻസസ് യൂസിങ് ഫൈനിറ്റ് വേർഡ്സ്, ഫൈനിറ്റ് റൂൾസ്. നമുക്ക് ഭാഷ പറയുന്നതിൽ കൃത്യം നിബന്ധനകളും കൃത്യം റൂൾസ് എല്ലാം ഉണ്ട്, നിയമങ്ങളുണ്ട്. പക്ഷേ ആ നിയമങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇൻഫിനിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം, ഇൻഫിനിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, സെൻറ്റൻസസ് നമുക്കുണ്ടാക്കാം. അടുത്തതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ലാംഗ്വേജ് ക്യാൻ റെഫർ ടു തിങ്സ് നോട്ട് പ്രസൻറ്റ്. അതായത് ഇവിടെ ഇല്ലാത്ത, അറ്റ് പ്രസൻറ്റ് നമുക്കില്ലാത്ത, മുമ്പിലില്ലാത്ത, അല്ലെങ്കിൽ നമുക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. നമുക്ക് പാസ്റ്റിനെ കുറിച്ച് പറയാൻ പറ്റും, അത് കഴിഞ്ഞതാണ്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നു. ഫ്യൂച്ചർ നോക്കൂ, നമ്മുടെ ഭാവിയെക്കുറിച്ച് നമുക്ക് ഇറ്റ് ഈസ് എ മിസ്റ്ററി, റൈറ്റ്? സോ അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്നു, ഇല്ലെങ്കിൽ കൂടി അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്നു. അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പറ്റുന്നു. അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള, അതായത് നമുക്ക് മുമ്പില്ലാത്തൊരു സംജ്ഞയാണ്, ഒരു കോൺസെപ്റ്റ് ആണ്, അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, പറയാൻ പറ്റുന്നു. നെക്സ്റ്റ് ഫീച്ചർ നോക്കൂ, കൾച്ചറൽ ട്രാൻസ്മിഷൻ. ലാംഗ്വേജ് ഈസ് പാസ്ഡ് ഓൺ സോഷ്യലി, നോട്ട് ബയോളജിക്കലി. ഇവിടെ വളരെ ബേസിക് ആയിട്ടുള്ള, വളരെ
ഡീപ്പായിട്ടുള്ള ഒരു കാര്യം കൂടി പഠിക്കാമെന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കുക. കൾച്ചറൽ ട്രാൻസ്മിഷൻ. ലാംഗ്വേജ് ഈസ് പാസ്ഡ് ഓൺ സോഷ്യലി. അത് സാമൂഹികമായിട്ടാണ് നമുക്ക് കിട്ടിവരുന്നത്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ മലയാളം സംസാരിക്കുന്നത് കൊണ്ട് നമുക്ക് മലയാളം മനസ്സിലാകുന്നു. പുറത്തുള്ള ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് ഇംഗ്ലീഷ് മനസ്സിലാകുന്നു, ഹിന്ദി മനസ്സിലാകുന്നു, ഉറുദു മനസ്സിലാകുന്നു, തെലുങ്ക് മനസ്സിലാകുന്നു, കന്നഡ മനസ്സിലാകുന്നു, സ്പാനിഷ് മനസ്സിലാകുന്നു, ഇറ്റാലിയൻ മനസ്സിലാകുന്നു, മറ്റു ലാംഗ്വേജസ് എല്ലാം, അറബി മനസ്സിലാകുന്നു, അങ്ങനെ മറ്റു ലാംഗ്വേജസ് എല്ലാം മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നു. ബട്ട് ഹിയർ ഇറ്റ് ഈസ് given to us, or we acquire this language, it is because of the social transmission which has happened around us. പക്ഷേ അതല്ല, ബയോളജിക്കലി അല്ല. കാരണം നമുക്ക് നമ്മുടെ മാതാവ് നമ്മളെ പ്രസവിച്ചു, അല്ലെങ്കിൽ നമുക്ക് ഡെലിവറി കഴിഞ്ഞ് നമ്മളൊരു ന്യൂ ബോൺ ബേബി ആയിരിക്കുക, നമ്മൾ വേറെ സ്ഥലത്ത് പെട്ടു എന്ന് വിചാരിക്കുക, നമ്മൾ അവിടുത്തെ ഭാഷയായിട്ടായിരിക്കും നമ്മൾക്ക് വളർന്നു വരുന്നത്. അപ്പോൾ അതെന്തല്ല, ബയോളജിക്കൽ ട്രാൻസ്മിഷൻ സംഭവിക്കുന്നതല്ല, മറിച്ച് എന്താണ്, ഇറ്റ് ഈസ് സോഷ്യലി ട്രാൻസ്മിറ്റഡ് ഓർ പാസ്ഡ് ഓൺ സോഷ്യലി. ഇനി അത് സിസ്റ്റമാറ്റിക് ആണ്. നമ്മുടെ ലാംഗ്വേജ് സിസ്റ്റമാറ്റിക് ആണ്. ഇറ്റ് ഫോളോസ് റൂൾസ് ആൻഡ് പാറ്റേൺസ് ഇൻ ഗ്രാമർ ആൻഡ് സ്ട്രക്ചർ. ഗ്രാമറിലും അതിൻ്റെ സ്ട്രക്ചറിലും അതിനെന്തുണ്ട്, റൂൾസും പാറ്റേൺസും എല്ലാം ഉണ്ട്. വോക്കൽ ഓഡിറ്ററി ചാനൽ പ്രൈമറിലി സ്പോക്കൺ ആൻഡ് ഹേർഡ്. അതായത് ഭാഷ എന്നുള്ളത് കേട്ടും സംസാരിച്ചുമുള്ളതാണ്. ആദ്യം സംസാരിക്കാൻ പറ്റിയാലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അതിനുശേഷമാണ് പിന്നീട് എഴുത്തും കാര്യങ്ങളെല്ലാം വരുന്നത്. സോ ഹിയർ ആർ ദ 7 I think it's 7 features of language, characteristics of language. Let's move on to the next topic, which is human language versus animal communication. Human language versus animal communication. മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും കമ്മ്യൂണിക്കേഷന് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്, അല്ലെങ്കിൽ കമ്പാരിറ്റീവ് ആയിട്ട് പറയുകയാണ്. ആനിമൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ആർ ലിമിറ്റഡ് ആൻഡ് സ്റ്റിമുലസ് ബൗണ്ട്. ദേ റെസ്പോണ്ട് ടു ഇമ്മീഡിയറ്റ് സിറ്റുവേഷൻ. ഇവിടെ നമുക്ക് നോക്കൂ, ആനിമൽ നമ്മളെ പോലെ ഭാവിയെക്കുറിച്ച് പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല. കാരണം അവർക്ക് ഭാഷയില്ലെന്ന് വെച്ചാൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവർക്ക് ഭാഷാടിസ്ഥാനത്തിലല്ല അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവർ സ്റ്റിമുലസ് ബൗണ്ടാണ്. അവർ അറ്റ് പ്രസൻറ്റ് എന്താണുള്ളത് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. മറിച്ച് ഹ്യൂമൻ ലാംഗ്വേജ് നോക്കൂ, ഇറ്റ് ഈസ് ക്രിയേറ്റീവ് ആണ്, അബ്സ്ട്രാക്റ്റീവ് ആണ്, ആൻഡ് നോട്ട് ലിമിറ്റഡ് ടു ഹിയർ ആൻഡ് നൗ നമ്മൾ പറഞ്ഞ പ്രകാരം. പിന്നെ ഇവിടുത്തെ ഇപ്പോഴുള്ള കാര്യത്തെക്കുറിച്ചോ, അല്ലെങ്കിൽ നമുക്ക് മുമ്പിലുള്ള കാര്യത്തെക്കുറിച്ചോ, നമ്മുടെ സ്ഥലത്തുള്ള കാര്യത്തെക്കുറിച്ചോ അല്ല, മറിച്ച് ഭാവിയെക്കുറിച്ചും വിദൂരത്തുള്ള കാര്യത്തെക്കുറിച്ചും ഭൂതത്തെക്കുറിച്ചും എല്ലാം നമുക്ക് പറയാൻ സാധിക്കുന്നു. ഇവിടെ നോക്കൂ, ബി ഡാൻസ് ലാംഗ്വേജ് കൺവെൻസ് ഡിസ്റ്റൻസ് ബട്ട് ലാക്ക് ഗ്രാമർ ഓർ ഇന്നോവേഷൻ. അതായത് പുതിയൊരു കാര്യമല്ല. ബി ഡാൻസ് ചെയ്യുന്നത് എന്തിനാണ്, ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഇത്ര ദൂരമുണ്ട് അല്ലെങ്കിൽ ഇത്ര ദൂരത്താണ് അതുള്ളത് എന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ്. പക്ഷേ എന്ത് പറ്റില്ല, അതിലൊരു ഗ്രാമറോ ഇന്നോവേഷനോ ക്രിയേറ്റീവുള്ള കാര്യങ്ങളൊന്നുമില്ല. ലാംഗ്വേജ് ആസ് ബയോളജിക്കൽ വേഴ്സസ് സോഷ്യൽ ഫിനോമിനോൺ. ഇവിടെ നോക്കൂ, ഇവിടെ ബേസിക്കായിട്ട് നോക്കൂ, ബയോളജിക്കൽ വ്യൂ ചോംസ്കി ആണത് ചെയ്യുന്നത്. ലാംഗ്വേജ് ഈസ് ഇന്നേറ്റ് ആണ്. അതായത് നമ്മളെ ജനിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജനറ്റിക്സിൽ തന്നെ ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു സ്കില്ലുണ്ട് എന്നാണ് പറയുന്നത്. ഹ്യൂമൻസ് ആർ ബോൺ വിത്ത് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, LAD. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ആയിട്ടാണ് മനുഷ്യന്മാർ ജനിക്കുന്നത്. സോഷ്യൽ വ്യൂ നോക്കൂ, ലാംഗ്വേജ് ഡെവലപ്സ് ത്രൂ ഇൻറ്ററാക്ഷൻ ആൻഡ് എക്സ്പോഷർ വിത്തിൻ എ കമ്മ്യൂണിറ്റി. സോഷ്യൽ വ്യൂ നോക്കൂ, ലാംഗ്വേജ് ഡെവലപ്സ് ഇൻറ്ററാക്ഷൻ ആൻഡ് എക്സ്പോഷർ വിത്തിൻ എ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഇൻറ്ററാക്ഷൻ മുഖേന, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള എക്സ്പോഷർ മുഖേനയാണ് ഒരാൾ ഭാഷ പഠിക്കുന്നത് എന്നാണ് പറയുന്നത്. And let's move on to the detailed explanation of that, and we can see here who is Noam Chomsky. Noam Chomsky ആരാണെന്ന് അറിയണം. He is an American linguist, philosopher and a cognitive scientist. He is an American linguist, philosopher and cognitive scientist ആണ്. Often called the father of modern linguistics. He is the father of modern linguistics. At present, അല്ലെങ്കിൽ at first I said that he is the father of semantics. No, it's not correct. Here he is the father of modern linguistics. He revolutionized the study of language by introducing the idea that language is innate humans. Language is innate humans എന്ന് പറഞ്ഞുകൊണ്ടാണ്, അതായത് മനുഷ്യന്മാരുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു സ്കില്ലാണ് ലാംഗ്വേജ് എന്ന് അദ്ദേഹം പറയുന്നു. ഇവിടെ നോക്കൂ, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ആളുടെ ജസ്റ്റിഫിക്കേഷൻ പറയുന്നതാണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ചോംസ്കി പറയുന്നത് എല്ലാ മനുഷ്യർക്കും ജനിക്കുമ്പോൾ തന്നെ ഒരു LAD എന്നുള്ള ഒരു മെൻ്റൽ സ്ട്രക്ചർ കൊണ്ടാണ് വരുന്നത്. LAD എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് അവരുടെ ബ്രെയിനിലുണ്ട്, വിച്ച് അലോസ് അസ് ടു അക്വയർ ലാംഗ്വേജ് നാച്ചുറലി ആൻഡ് ക്വിക്ക്ലി ഡ്യൂറിങ് ചൈൽഡ്ഹുഡ്. കുട്ടി അല്ലെങ്കിൽ ചെറുതായിരിക്കുമ്പോൾ തന്നെ ലാംഗ്വേജ് കരസ്ഥമാക്കാൻ, ലാംഗ്വേജ് മനസ്സിലാക്കാൻ, പഠിക്കാൻ, സംസാരിക്കാൻ എല്ലാം ഉള്ള ഒരു കഴിവുമായിട്ടാണ്, അങ്ങനത്തിലുള്ള ഒരു ബ്രെയിൻ സ്ട്രക്ചറുമായിട്ടാണ് ഒരു ഡിവൈസ്, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഫിക്സഡ് ആയിട്ടാണ് മനുഷ്യന്മാർ ജനിക്കുന്നത്. ദിസ് opposes behaviorist theories like B.F. Skinner's, which say language is learned entirely through imitation and reinforcement ത്രൂവും അതുപോലെ തന്നെ
പിന്നെ ഇമിറ്റേഷൻ മുഖേനയുമാണ് ലാംഗ്വേജ് പഠിക്കുന്നത് എന്ന BF സ്കിന്നേഴ്സിൻ്റെ അല്ലെങ്കിൽ ബിഹേവിയറിസ്റ്റ് തിയറിസ്റ്റുമാരുടെ അവരുടെ ഈ ഒരു സിദ്ധാന്തത്തെ എതിർക്കുന്നതാണ് നോം ചോംസ്കിയുടെ സിദ്ധാന്തം. രണ്ടാമത്തെ രണ്ടാമത്തെ ഒരു ഫീച്ചർ നോക്കൂ അദ്ദേഹത്തിൻ്റെ വായുസിൻ്റെ. അക്കോർഡിംഗ് ടു ചോംസ്കി ഓൾ ഹ്യൂമൻ ലാംഗ്വേജ് ഷെയർ എ കോമൺ അണ്ടർലൈങ് സ്ട്രക്ചർ കോൾഡ് യൂണിവേഴ്സൽ ഗ്രാമർ. ഒരു യൂണിവേഴ്സൽ ഗ്രാമർ എല്ലാത്തിനും ഉണ്ട് എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. ഒരു യൂണിവേഴ്സൽ ഗ്രാമർ എല്ലാ ഭാഷയ്ക്കും ഉണ്ട് എന്ന് അദ്ദേഹം വാദിക്കുന്നു. ദിസ് എക്സ്പ്ലെയിൻസ് വൈ children across the world learn language in a similar ways despite difference in culture or language. ഭാഷയിൽ വ്യത്യാസമുണ്ടെങ്കിൽ കൂടി കൾച്ചറിൽ വ്യത്യാസമുണ്ടെങ്കിൽ കൂടി അവരെല്ലാം ഭാഷ പഠിക്കുന്ന രീതികൾ ഒരേപോലെയാണ് എന്ന് അദ്ദേഹം ഇവിടെ വാദിക്കുന്നുണ്ട്. ലാംഗ്വേജ് ആസ് ആൻ ഇന്നേറ്റ് അബിലിറ്റി, ഇനി മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഇന്നേറ്റ് അബിലിറ്റി ആയിട്ട് ലാംഗ്വേജിനെ എങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്? ചോംസി ആർഗ്യൂഡ് ദാറ്റ് ഹ്യൂമൻസ് ആർ ബയോളജിക്കലി വയർഡ് ഫോർ ലാംഗ്വേജ്. മനുഷ്യന്മാർ ഭാഷ പഠിക്കുവാൻ വേണ്ടി പ്രാപ്തരാണ്, അല്ലെങ്കിൽ അവർ ഓൾറെഡി സെറ്റാണ് എന്നുള്ള രീതിയിലാണ്. ബയോളജിക്കലി വയേർഡ് ആണ്, ബയോളജിക്കലി അവരെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുന്നു. ദിസ് സപ്പോർട്ട്സ് ദ ബയോളജിക്കൽ വ്യൂ ഓഫ് ലാംഗ്വേജ് ഡിസ്കസ്ഡ്. ഓക്കെ, സോഷ്യൽ വ്യൂവിന് ഉപരിയായി നമ്മൾ പറഞ്ഞല്ലോ നോം ചോംസ്കിയുടെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വാദമാണിത്. കോമ്പിറ്റൻസ് വേഴ്സസ് പെർഫോമൻസ്. കോമ്പിറ്റൻസ് സ്പീക്കേഴ്സ് അൺകോൺഷ്യസ് നോൾ. നമ്മളെല്ലാം ഗ്രാമറിനെ കുറിച്ച് റെലവൻ്റ് ആണ്. നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ ഗ്രാമറിനെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. കാരണം വി ആർ സബ്കോൺഷ്യസ്ലി വി ആർ എന്താ പറയുക, നമ്മളതിൽ ബോധവാന്മാരാണ്. വി നോ ദാറ്റ് we will correct the grammar in Malayalam because it's a language that we studied from the beginning of our life. It is the language that we speak in every terms of our life. So adana competence. And the performance is the use of language, speaking in speaking or writing, which may be affected by മെമ്മറിയെ കൊണ്ട് എഫക്ട് ചെയ്യുന്ന നമ്മളെങ്ങനെയാണോ ഭാഷ പ്രസൻറ്റ് ചെയ്യുന്നത് അതിനെയാണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇവിടെ ഭാഷയിൽ നമ്മൾ അതിനെക്കുറിച്ച് എഴുതുമ്പോൾ ലാഡും അത് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസും യൂണിവേഴ്സൽ ഗ്രാമറും ലാംഗ്വേജ് അക്വിസിഷൻ ആസ് എൻ ഇന്ന അബിലിറ്റി ഇത് മൂന്നും പറയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ലെറ്റ്സ് മൂവ് ഓൺ ടു ദി പറഞ്ഞു ലാംഗ്വേജ് ആൻഡ് thought. Let's discuss the topic language and thought. മനുഷ്യൻ്റെ ഭാഷയും ചിന്തയും. എക്സാമിൻസ് സാപ്പർ-വോൾഫ്സ് ഹൈപ്പോത്തസിസ്. ലാംഗ്വേജ് ഇൻഫ്ലുവൻസസ് ദ വേ വി തിങ്ക്. നമ്മൾ ചിന്തിക്കുന്ന രീതിയെ നമ്മളുടെ ഭാഷ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് പറയുന്നു. അതിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രോങ് ആർഗ്യുമെൻ്റ് ആണ് എന്ത്? തോട്ട് ഈസ് ഷേപ്ഡ് ബൈ ലാംഗ്വേജ്. നമ്മുടെ ചിന്ത ലാംഗ്വേജ് വഴിയാണ് ഷേപ്പ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ ചിന്തകൾ രൂപപ്പെടുന്നത് തന്നെ ഭാഷാടിസ്ഥാനത്തിലാണ്. വീക്ക് വേർഷൻ നോക്കൂ. ലാംഗ്വേജ് ഇൻഫ്ലുവൻസസ് തോട്ട്. നമ്മളുടെ ഭാഷ നമ്മുടെ ചിന്തയെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് വീക്കായിട്ടുള്ള വേർഷൻ ഓഫ് അദ്ദേഹത്തിൻ്റെ ഹൈപ്പോത്തസിസ് പറയുന്നത്. ആദ്യം നോക്കൂ, നമ്മുടെ ചിന്തയെ രൂപപ്പെടുത്തുന്നത് തന്നെ ഭാഷയാണെന്ന് പറയുന്നു. രണ്ടാമത് പറയുന്നു ഭാഷ നമ്മുടെ ചിന്തയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. സോ ഇഫ് വി ഹാവ് ടു ഡ്വെൽ ഇൻ ടു ദാറ്റ് ടോപ്പിക് മോർ ക്ലിയർലി വി ക്യാൻ മൂവ് ഓൺ. ഹിയർ we have more detailed version of that Sapir-Whorf hypothesis, also called linguistic relativity hypothesis. അദ്ദേഹം പറയുന്നത് വീക്ക് സാപ്പിർ-വോർഫിൻ്റെ ഹൈപ്പോത്തസിസ് വീക്കായിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റ് ആണ്. So we can see that this theory proposed by Edward Sapir and his student Benjamin Lee Whorf. അപ്പോൾ രണ്ടുപേരാണ്, എഡ്വാർഡ് സാപ്പിറും ബെഞ്ചമിൻ ലീ വോർഫുമാണ് ഈ ഒരു തിയറി ഹൈപ്പോത്തസിസ് മുന്നോട്ട് വെക്കുന്നത്. സ്ട്രോങ്ങർ വേർഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ലിംഗ്വിസ്റ്റിക് ഡിറ്റർമിനേഷൻ, മനുഷ്യന്മാരുടെ ചിന്തകൾ ഡിറ്റർമിൻ ചെയ്യുന്നത് ഭാഷയാണ്. അവരുടെ ഭാഷ ആണ് അവരെ ലിമിറ്റ് ചെയ്യുന്നതും അവരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ദിസ് മീൻസ് പീപ്പിൾ ക്യാൻ തിങ്ക് ഇൻ എ വേ ദർ ലാംഗ്വേജ് അലോസ്. ആ ഭാഷ അനുവദിക്കുന്ന രീതിയിൽ മാത്രമായിരിക്കും അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. ഇഫ് എ ലാംഗ്വേജ് ഹാസ് നോ ഫ്യൂച്ചർ ടെൻസ്, ഒരു ലാംഗ്വേജിന് ഫ്യൂച്ചർ ടെൻസ് ഇല്ല, ഭാവിയെക്കുറിച്ച് പറയാൻ സാധിക്കുന്ന ഘടകങ്ങളൊന്നും തന്നെ അവരുടെ ലാംഗ്വേജിലില്ലെങ്കിൽ ഇറ്റ് സ്പീക്കേഴ്സ് മൈ നോട്ട് തിങ്ക് അബൌട്ട് ദ ഫ്യൂച്ചർ ദ വേ അതേഴ്സ് ഡു. മറ്റുള്ളവർ ചിന്തിക്കുന്ന പ്രകാരം ഈ ഭാഷ സംസാരിക്കുന്ന ആളുകൾക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നുണ്ടാവില്ല. ദിസ് ഈസ് ടു എക്സ്ട്രീം ആൻഡ് ഈസ് നോട്ട് വൈഡ്ലി അക്സെപ്റ്റഡ് ടുഡേ. ഇത് ഭയങ്കര എന്താ പറയുക, തീവ്രമായിട്ടുള്ള ഒരു ചിന്തയാണ്, ഒരു ഹൈപ്പോത്തസിസ് ആണ്. ഇത് ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നില്ല. ഈ വീക്ക് വേർഷൻ നോക്കൂ. ലിംഗ്വിസ്റ്റിക് റിലേറ്റിവിറ്റി തിയറി അല്ലെങ്കിൽ ഹൈപ്പോത്തസിസ്. ഇതാണ് സാപ്പിർ-വോർഫ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. റിലേറ്റീവ് ആണ്. ലാംഗ്വേജ് ഇൻഫ്ലുവൻസസ് ഹൗ വി തിങ്ക് ബട്ട് ഇറ്റ് ഡസ് നോട്ട് കൺട്രോൾ ഇറ്റ്. നമ്മളെ ചിന്തയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, പക്ഷേ അത് കൺട്രോൾ ചെയ്യുന്നില്ല. സ്പീക്കേഴ്സ് ഓഫ് ഡിഫറെന്റ് ലാംഗ്വേജസ് മേ പെർസീവ് ഓർ ഇന്റർപ്രറ്റ് ദ വേൾഡ് ഡിഫറെന്റ്ലി ബേസ്ഡ് ഓൺ ദെയർ ലാംഗ്വേജ് സ്ട്രക്ചേഴ്സ്. നമ്മുടെ ലാംഗ്വേജ് സ്ട്രക്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഭാഷ സംസാരിക്കുന്ന ആളുകൾ അതിനെ ലോകത്തെ കാണുന്നത്, അവർ പെർസീവ് ചെയ്തത് അങ്ങനെയായിരിക്കും. ഉദാഹരണം നോക്കൂ. സം ലാംഗ്വേജസ് ഹാവ് മെനി വേർഡ്സ് ഫോർ സ്നോ. ഒരു മഞ്ഞ് എന്നുള്ള വാക്കിന് ചില ലാംഗ്വേജുകളിൽ വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങളുണ്ടാവും.
ഓക്കെ. അപ്പോൾ അതായത് മഞ്ഞിന് തന്നെ പല രൂപങ്ങളുണ്ട്. പിന്നെ മഞ്ഞ് പെയ്യുന്ന കാലഘട്ടത്തിൽ ആദ്യം പെയ്യുന്ന മഞ്ഞിന് ഒരു രൂപമായിരിക്കും, പിന്നീട് കുറച്ചും കൂടി ശക്തമാകുമ്പോൾ മറ്റൊരു രൂപം പ്രാപിക്കും, പിന്നീട് തീവ്ര ശൈത്യമാകുമ്പോൾ മറ്റൊരു രൂപം പ്രാപിക്കും. അപ്പോൾ ഓരോ രൂപത്തിലും ഓരോ സമയത്തും മഞ്ഞിനുള്ള രൂപങ്ങൾ വ്യത്യാസമാണ്. അതെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വൊക്കാബുലറിയാണ് ഒരു ഭാഷയിലുള്ളത് എങ്കിൽ അവർക്ക് അതിലെ സട്ടിൽ ആയിട്ടുള്ള ഡിഫറൻസസ് എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എക്സാമ്പിൾസ് ടു അണ്ടർസ്റ്റാൻഡ് ലിംഗ്വിസ്റ്റിക് റിലേറ്റിവിറ്റി. ഇവിടെ നോക്കൂ. ഹലോ ഹലോ ആ ഹലോ മുബാറക്ക് വാഫി അല്ലേ? അതെ. ഞാൻ ഫാത്തിമ വഫിയാണ്, തൃശ്ശൂർ ജില്ലാ വഫി അലുമിനിയുടെ പ്രസിഡന്റ് ആണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാവക്കാട് ഖുറാൻ സ്റ്റഡി സെന്ററിൽ വെച്ചിട്ട് ഒരു വാഫി വഫി അനുമോദന സംഗമം നടത്തുന്ന വിവരങ്ങൾ അറിഞ്ഞിരുന്നല്ലോ? പറഞ്ഞോളൂ, ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല. ഇല്ല. അപ്പൊ നാളെ അങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അന്ന് നവവാഫി എന്ന രീതിയിൽ ഒരു സ്വീകരണ പരിപാടി ഉണ്ട് നാളെ 3:30-ക്കാണ്. ഞാൻ അതിന്റെ പോസ്റ്റർ നിങ്ങൾക്ക് പേഴ്സണലി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങള് പ്രോഗ്രാമിന് അറ്റൻഡ് ആവൂലെന്ന് അറിയാൻ വിളിച്ചായിരുന്നു. എങ്ങനെ? 3:30 അല്ലേ പറഞ്ഞത്? 3:30 അല്ലേ പറഞ്ഞത്? അതെ അതെ അതെ. നിങ്ങളുണ്ടാവുമല്ലോ അല്ലേ? ഓക്കെ, ശരി. So let's see here. We can see that examples to understand linguistic relativity. ഇവിടെ നോക്കൂ, ലിംഗ്വിസ്റ്റിക് റിലേറ്റിവിറ്റി നമുക്ക് കാണുമ്പോൾ ഇവിടെ ഒരു ഭാഷയിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഷെയ്ഡുകൾ, കളറിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഷെയ്ഡുകൾക്ക് ഓരോ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഓരോ പ്രത്യേകമായിട്ടുള്ള പേരുകളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ കളറിനെയും ഡിസ്റ്റിങ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ മഞ്ഞയിൽ തന്നെ പലതരം മഞ്ഞങ്ങളുണ്ട് എങ്കിൽ ഇപ്പം ഗ്രീനിൽ തന്നെ ഇപ്പം എന്താ പറയുക, ഗ്രീനിൽ തന്നെ പേൽ ഗ്രീൻ ഉണ്ട്, ഡാർക്ക് ഗ്രീൻ ഉണ്ട്, പിന്നെ നേവി ഗ്രീൻ ഉണ്ട്, ബ്ലൂവിൽ തന്നെ നേവി ബ്ലൂ ഉണ്ട്, ലൈറ്റ് ബ്ലൂ ഉണ്ട്, സ്കൈ ബ്ലൂ ഉണ്ട്, പിന്നെ അങ്ങനെ പലതരത്തിലുള്ള പിന്നെ റിഗൽ ബ്ലൂ ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ബ്ലൂ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോന്നിനും ഡിസ്റ്റിങ്ഷൻ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നു. പിന്നെ ടൈം ആൻഡ് ഡയറക്ഷൻ. ചില ഭാഷകളിൽ നോർത്ത് സൗത്ത് എന്നുള്ള കാർഡിനൽ ഡയറക്ഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് യൂസ് ചെയ്യുന്നതിന് പകരം കാർഡിനൽ ഡയറക്ഷൻസ് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചും കൂടി സ്പേഷ്യൽ ഓറിയന്റേഷൻ ഉണ്ടാകുന്നു. ജെൻഡേർഡ് നൗൺസ് നോക്കൂ. അറബി ഭാഷയിൽ തന്നെ ഓരോ ഭാഷയും മെസ്കുലിൻ അല്ലെങ്കിൽ ഫെമിനിൻ ക്യാരക്ടേഴ്സ് കൊടുക്കുന്നുണ്ട്. ചില വാക്കുകൾ മെസ്കുലിൻ ആണ്, ചില വാക്കുകൾ ഫെമിനിൻ ആണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നു? ഓരോ വാക്കുകൾക്കും ജെൻഡർ കൊടുക്കാൻ, അവർക്ക് മെസ്കുലിൻ ഫീച്ചേഴ്സ് കൊടുക്കാൻ അവർക്ക് തോന്നുന്നു. അപ്പോൾ അതൊരു കാര്യമാണ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി അടുത്തതാണ് ലാസ്റ്റ് ഡിസ്കഷനാണ് ലാംഗ്വേജും ഗ്രാമറും. ഗ്രാമർ എത്രത്തിലുണ്ട്? ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമറുമുണ്ട്, അതുപോലെ തന്നെ പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമറുമുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ എന്ന് വെച്ചാൽ ഹൗ പീപ്പിൾ ആക്ച്വലി യൂസ് ലാംഗ്വേജ്. ഭാഷ എങ്ങനെയാണ് ജനങ്ങൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മനുഷ്യന്മാർ എങ്ങനെയാണ് ഭാഷ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിലെന്തില്ല, ഒരാൾ ഇപ്പം we can understand that there are certain countries which it uses I ain't coming, or he ain't come. അപ്പോൾ അവൻ വരുന്നില്ല എന്നർത്ഥം, he isn't coming. ഓക്കെ, അതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ അവരങ്ങനെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഭാഷാർത്ഥത്തിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അത് നമ്മൾ ഇങ്ങനെയാണെന്ന് യൂസ് ചെയ്യേണ്ടതെന്ന് അവർ പറയുന്നില്ല. പക്ഷേ പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമർ എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെയാണ് എന്ന് ഭാഷ യൂസ് ചെയ്യേണ്ടത് എന്ന് ശാഠ്യം പിടിക്കുന്ന രീതിയിലുള്ള ഭാഷ ഗ്രാമറാണ്. ഓക്കെ, അതാണ് നമ്മൾ ടെക്സ്റ്റിലും എല്ലാം, അതായത് പിന്നെ നമ്മുടെ എഴുത്ത് പരമായിട്ട് യൂസ് ചെയ്യുന്നത് പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമറാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഇൻ ദ യൂണിറ്റ് 1. ഇഫ് യു ലൈക്ക് ദിസ്, പ്ലീസ് ഡു like, comment and share to the needy. And if you want to have some changes, ഇതിൽ മാറ്റം എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങളത് പറയാം. It is solely based on the conditions or the prompts that I used in ChatGPT. If you could understand this, please share it to others. ഓക്കെ, മലയാളത്തിലായത് ആരെങ്കിലും ഉപകാരപ്പെടുത്തിയെന്ന് വിചാരിച്ചിട്ടാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത് പെട്ടെന്നുള്ളതാണ്. സോ അതിൻ്റെ മിസ്റ്റേക്സ് എല്ലാം ഉണ്ടാകും. കൈൻഡ്ലി പാർഡൺ. ബൈ.